ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ശമ്പളം വാങ്ങിക്കുന്നത്. മമ്മൂട്ടി സാറിൻ്റെ പല ഹിറ്റ് സിനിമകളിലും കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹമാണ്. സോ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിയുക, that is a big blessing. I feel grateful. I've always had so much love from all the Malayali fans, all the Kerala fans. I always feel like I'm back home. എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ? എന്നെ ഇഷ്ടപ്പെടുന്ന ഉപകാരത്തിലുള്ള എല്ലാവരും ഇവിടെ വന്നു, ഒത്തിരി സന്തോഷമുണ്ട്. ഞാനൊരു ഗ്യാപ്പ് കഴിഞ്ഞാണ് ഈ പടം ചെയ്യുന്നത്. ഒരു ആക്ച്വൽ ഇതിനകത്തൊരു ആദ്യം ഇതിനൊരു താങ്ക്സ് പറഞ്ഞതിൻ്റെ പ്രൊഡ്യൂസർക്ക് തന്നെയാണ്. ഒരു പുതിയ ഹീറോ വെച്ച് അദ്ദേഹം ഒന്നും പറയാതെ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ ബഡ്ജറ്റാണ്. പിന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് AK സന്തോഷിൻ്റെ കിട്ടി, നല്ലൊരു ടെക്നീഷ്യൻസ് ഫുൾ ബാച്ച് കിട്ടി, കംപ്ലീറ്റ് ക്യാമറാമാൻ, നല്ല ക്യാമറാമാൻ, പിന്നെ എല്ലാവരും സഹകരിക്കുന്ന നമ്മൾ ഒത്തിരി എല്ലാവരും പല നമ്മുടെ റോയൽ ലക്ഷ്മി മേഡമൊക്കെ കണ്ടവാനം ബുദ്ധിമുട്ടി, കണ്ടവാൻ ഡേ ആൻഡ് നൈറ്റ് ഇല്ലാത്ത വർക്കായിരുന്നു. 4 ഫൈറ്റ് മാസ്റ്റേഴ്സ്, ഏതാണ്ട് ഒരു 8 ഫൈറ്റ്, പിന്നെ 8 സീക്വൻസ്, അങ്ങനെ ഒരു ഹെവി സീക്വൻസ് ആയിരുന്നു. ഇനി ഈ പടം എല്ലാവരും കാണണം, കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ പടം ഒരു സക്സസ് ആയി തന്നെ വീണ്ടും പടങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു പ്രചോദനത്തിന് വേണ്ടി ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാവണം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. ഈ നിൽക്കുന്ന ജനാവലിയുടെ ഫുൾ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾ അറിയിക്കുകയാണ് കാണാൻ വേണ്ടി. കാരണം ഈ ഒരു ജോണർ മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ജോണർ കൂടിയാണ്. അപ്പോൾ വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ്. എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രൂഗിംഗ് ആയിട്ടുള്ളൊരു റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം റോയൽ ലക്ഷ്മിയാണ്. യെസ് മാം, ഹൗ യു ഫീൽ ബീയിങ് ഇൻ കേരള വൺ മോർ ടൈം? എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ? I feel so privileged and blessed to be here. After 3 years, I'm part of this wonderful film, DNA. And thank you all for the love and support as always. I'm looking forward for this film, excited. And it's lovely to see you all here. And 14 June, DNA is releasing, and I hope you all give your support and love as always, and I'm looking forward to it. Thank you. Give something more to our Malayali crowd, because there's been a lot of people who have been waiting to see you in real. What do you have to say, ma'am, to them? Like I said, I've always had so much love from all the Malayali fans, all the Kerala fans. I always feel like I'm back home. And it's truly a different feeling. So I love them all, and thank you for this constant support and the love that you guys show me. Thank you so much. മാമിൻ്റെ ഒരു ചെറിയ ഡാൻസ് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? പക്ഷെ ഇപ്പോഴല്ല, നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഷോ ഞങ്ങളൊന്ന് ചെറുതായിട്ട് മാമിനെ മൂവ് ചെയ്യിപ്പിക്കത്തുള്ളൂ. ഇപ്പം എന്തായാലും മാം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു ഹന്ന. കാരണം ഹന്ന, വൺ മോർ ടൈം, കാരണം ഇത്രയും വലിയൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യുന്നു. TS സുരേഷ് ബാബു എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ദ ബ്രാൻഡ് ആയിട്ടുള്ള സംവിധായകരുമായിട്ട് വർക്ക് ചെയ്യുന്നു. വാട്ട് യു ഹാവ് ടു സേ ഡാർലിംഗ്? TS സുരേഷ് ബാബു സാർ, എൻ്റെ പേര് നമുക്കറിയാം എല്ലാവർക്കും. ഹൗ മച്ച് കോൺട്രിബ്യൂഷൻ ഹി ഹാസ് ഗിവൻ നമ്മുടെ മലയാളത്തിൽ. മമ്മൂട്ടി സാറിൻ്റെ പല ഹിറ്റ് സിനിമകളിലും കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹമാണ്. സോ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിയുക, that is a big blessing. I feel grateful. ഒരു ദൈവത്തോട് നന്ദി തോന്നുന്നു. ഒരു നന്ദി തോന്നുന്നൊരു നിമിഷമാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും, ഇവരുടെ ഒപ്പം എല്ലാവരും ഒക്കെ നിൽക്കാനും ഈ ഒരു ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിനും ഒക്കെ ഒത്തിരി സന്തോഷം തോന്നുന്നു. കൂടുതൽ വാക്കുകളൊന്നുമില്ല, ബിക്കോസ് ഇപ്പം എക്സൈറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു ആഴ്ച പോലും ഇല്ല അല്ലേ, 14-ാം തീയതി ആവാൻ, അതിനുള്ളിൽ റിലീസാണ്. അപ്പം എങ്ങനെ ഓഡിയൻസ് സ്വീകരിക്കും, എങ്ങനെ ആ പ്രതികരണം എങ്ങനെയായിരിക്കും, എന്താവുന്നുള്ള ആ ഒരു ഉണ്ടാവുമല്ലോ. എവറി മൂവി റിലീസ് ആവുന്നതിന് മുമ്പ് എല്ലാ ആർട്ടിസ്റ്റിനും ദ ഹോൾ ക്രൂ വിൽ ഹാവ് ദാറ്റ് കൺഫ്യൂഷൻ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൺഫ്യൂഷനിലുമാണ് നിൽക്കുന്നത്. സോ ആകെ എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ഈ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും 14-ാം തീയതി തിയേറ്ററിൽ പോയി കാണുക. ഇത് മാത്രമേ എനിക്ക് എൻ്റെ വായിന്ന് പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്. കാരണം ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്, അതുല്യ പ്രതിഭ കൂടിയാണ് ഡ്രാക്കുള സുധീരേട്ട. ഞങ്ങളുടെ സ്വന്തം സുധീരേട്ട, എന്താണ് ആഡ് ഓൺ ചെയ്യാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് സുരേഷ് ബാബു സാറിനാണ്. അദ്ദേഹം ഇതിനകത്ത് ഒരു ഗംഭീര കഥാപാത്രം തന്നു. പിന്നെ സന്തോഷമായിട്ടത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് ആ കഥാപാത്രത്തെ ഓടി പിടിപ്പിച്ച് എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ചു. പിന്നെ
ഇരട്ടി മധുരം തരുന്ന കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ശമ്പളം വാങ്ങിക്കുന്നത് ഈ DNA പ്രൊഡ്യൂസർ, നമ്മൾ ബോസ് എന്ന് വിളിക്കുന്ന അബ്ദുൽ നാസറിക്കയുടെ കയ്യിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അക്ബർ ട്രാവൽസിൽ ഒരു സ്റ്റാഫായിട്ടാണ് ഞാൻ ജീവിതം തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ശമ്പളം വാങ്ങിക്കുന്നത്. അദ്ദേഹം പോലും അറിഞ്ഞാണല്ല ഞാനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല. പക്ഷേ ഒരുപാട് നന്ദി ബോസിന്. ഈ അവസരത്തിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നു പുള്ളി, അദ്ദേഹം മരിച്ചുപോയി, ബോസിൻ്റെ ബ്രദറാണ്, ബാബുക്ക എന്ന് പറയും. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, അദ്ദേഹത്തെ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ സിനിമ ഒരുപാട് ഗംഭീര വിജയമാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഗോകുലകുമാര സാറൊക്കെ ഇവിടെയുണ്ട്. ഗോപാലേട്ടനോട് പരസ്യമായിട്ട് പുള്ളിയുടെ അടുത്ത പടത്തിൽ ഒരു വേഷം തരണമെന്ന് പറയുകയാണ്, പരസ്യമായിട്ട് ചാൻസ് ചോദിക്കുകയാണ്. അപ്പം ഇനിയിപ്പം മാറ്റി പറയാൻ പറ്റില്ല, ആ സുധീറിനെ വയ്ക്കാൻ പറയും. ഏതായാലും ഒത്തിരി സന്തോഷം. ഈ സിനിമ ഗംഭീര വിജയമാകട്ടെ. സുരേഷ് ബാബു സാറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ കൂടെ, കോട്ടയം കുഞ്ഞച്ചൻ ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാൻ കണ്ട സിനിമ, അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് ആ ഒരു പാറ്റമുള്ള സിനിമയല്ല, ഇതൊരിക്കലും സുരേഷ് ബാബു സാറിൻ്റെ പടമല്ല. ഇത് കണ്ടു നോക്കിയാൽ ഞെട്ടിക്കും. രവിചന്ദ്രൻ്റെ ക്യാമറ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് ഞെട്ടിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ട്. ഗംഭീരമാകട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഈ ഒരു പരിപാടിയിൽ എത്തിയതല്ല, വർഷങ്ങളായിട്ടുള്ള ഒരു അഗാധമായ ബന്ധമുള്ള വ്യക്തിത്വമാണ് TS സുരേഷ് ബാബു ചേട്ടൻ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, കടമറ്റത്ത് കത്തനാരെന്ന സിനിമ ഇപ്പോൾ വരുന്നുണ്ട്. കത്തനാരെന്ന സീരിയൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിനകത്ത് കത്തനാരുടെ കൂടെ കപ്പ്യാരായിട്ട് എനിക്ക് തന്ന വേഷം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതിൽ കുഞ്ഞൗസീഫ് എന്നൊരു കഥാപാത്രം പലപ്പോഴും ഇപ്പോഴും പല പരിപാടികളും പോകുമ്പോഴത്തേക്ക് എന്നെ തിരിച്ചറിയുന്നതും പറയുന്നതും വിളിക്കുന്നതും ഒക്കെയുള്ള കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ എന്നെയും കൂടി വിളിച്ച് ഒരു ചെറിയ ഭാഗമൊത്താക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മാത്രമല്ല, ലുലു മാൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ തറവാട് പോലെയാണ്. പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് സിനിമയുടെ പ്രൊമോഷൻ നടക്കുമ്പോഴൊക്കെ ഞാനതിലെ പാസ് ചെയ്ത് പോകാറുണ്ട്. കാര്യം അതിനകത്ത് പലപ്പോഴും സുഹൃത്തുക്കളൊക്കെ തന്നെയായിരിക്കും, പക്ഷേ വിളിക്കുമ്പോഴൊന്നും എനിക്ക് ഇരിക്കാൻ തോന്നിയിട്ടില്ല. ഇവിടെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ ഭാഗമാകാൻ ഈ ലുലു മാളിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി, ഒരു സിനിമ പ്രൊമോഷണൽ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഞാൻ ഭാഗമാകാൻ കാരണമായതും ബാബുചേട്ടൻ്റെ ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള ഒരുപാട് ടെക്നീഷ്യൻസും എല്ലാവരും ഗംഭീരമായിട്ട്, ബാബുചേട്ടൻ ഇപ്പോഴത്തെ ജനറേഷനോടൊപ്പം തന്നെ കടപിടിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സിനിമയിലേക്ക് ഇപ്പോൾ വീണ്ടും വലിയൊരു ഉദ്യമമായിട്ട് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവരും നിങ്ങളുടെ സുഹൃത്തുക്കളും സ്നേഹിതന്മാരുടെ എല്ലാവരോടും പറയുക, ഈ സിനിമ കാണുക. കണ്ട് ഗംഭീരമായൊരു സിനിമയാണ്. അതിൻ്റെ വിജയം നമുക്കെല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ കൊണ്ട് അടിച്ചു പൊളിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും DNA-ക്ക് എല്ലാവിധ വിജയഭാവങ്ങളും നേരുകയാണ്. വേറെ എന്തെങ്കിലും വേണം? ഇനി നമ്മൾ മിമിക്രി എന്തെങ്കിലും കാണിക്കണോ? എൻ്റെ അരി ഇപ്പം നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട്